6 ശവങ്ങളോടൊപ്പം ഒരു കാറിൽ മണിക്കൂറുകൾ കഴിച്ചുകൂട്ടിയ ഹിന്ദ് റജബി എന്ന 6 വയസ്സുകാരിയായ ഫലസ്തീൻ പെൺകുട്ടിയുടെ കഥയാണിത്. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ കൂട്ടക്കൊലയുടെ ഏറ്റവും ഭീതിതമായ സമീപകാല ചിത്രങ്ങളിലൊന്നാണ് ഹിന്ദ് റജബിൻ്റെ കഥ. 2024 ജനുവരി 29 ഈ കഥക്കാസ്പദമായ സംഭവം ഗസയിലെ ഡെൽ അൽ ഹവയിൽ സംഭവിക്കുന്നത്. യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിൻ്റെ സൂചനകൾ അന്ന് രാവിലെ മുതൽ വരുന്നുണ്ടായിരുന്നു. ഇസ്രായേലി പട്ടാളത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലും മറ്റും ഡെൽ അൽ ഹവയിൽ നിന്ന് ജനങ്ങളോട് മാറിപ്പോവാൻ ആവശ്യപ്പെട്ടിരുന്നതായി വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹിന്ദ് റജബിൻ്റെ മാമനും മാമിയും 4 മക്കളും ഹിന്ദ് റജബും കാറിൽ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് യാത്ര തിരിക്കുന്നത്. ഹിന്ദിൻ്റെ ഉമ്മയും അനിയനും താമസ സ്ഥലത്തെ കൂടെയുണ്ടായിരുന്നെങ്കിലും കാറിൽ കയറാനുള്ള സ്ഥലമില്ലാതിരുന്നതിനാൽ നടന്നു പോവുകയാണെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വീട്ടിൽ നിന്നിറങ്ങി ഏതാണ്ട് 400 മീറ്ററുകൾ പിന്നിടുമ്പോഴേക്കും അവരുടെ കാഴ്ചകളിലേക്ക് ഇസ്രായേൽ പട്ടാളക്കാർ വന്നുപെടുന്നു. ഇസ്രായേലി പട്ടാളക്കാരുടെ ചെക്ക് പോസ്റ്റ് കണ്ടാണ് ഹിന്ദിൻ്റെ മാമൻ വണ്ടി നിർത്തിയത് എന്ന സൂചനയും ചില മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഏതാണ്ട് നട്ടുച്ച സമയത്താണ് ഫലസ്തീൻ റെഡ് ക്രസൻറ്റിൻ്റെ ഒരു വളണ്ടിയറുടെ നമ്പറിലേക്ക് 15 വയസ്സുള്ള ലയാൻ എന്ന പെൺകുട്ടി വിളിച്ചു കിട്ടുന്നത്. ഞങ്ങൾ കാറിലാണെന്നും അവർ വെടിവെക്കുകയാണെന്നും പറയുന്നതിനിടയിൽ ഒരു നിലവിളിയിലാണ് ലയാൻ്റെ ശബ്ദം നിന്നുപോകുന്നത്. തുടർന്ന് വീണ്ടും റെഡ് ക്രസൻറ്റിലെ മറ്റൊരു വളണ്ടിയറായ റാണ ഫാഖി അതേ നമ്പറിലേക്ക് വിളിക്കുന്നു. ഇത്തവണ പക്ഷേ ഫോൺ എടുക്കുന്നത് ഹിന്ദ് റജബി എന്ന 6 വയസ്സുകാരിയായിരുന്നു. കാറിൽ കൂടെയുണ്ടായിരുന്ന 6 പേരും മരിച്ചുപോയെന്ന് അവൾ പറയുന്നു. തന്നെ രക്ഷിക്കാൻ താണുകേണ് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ശവങ്ങളോടൊപ്പം അവൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ അനുഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള പേടിയും നിസ്സഹായതയും കണ്ണീരും തീവ്രമായ സങ്കടവുമാണ് ഇങ്ങനെയൊരു കുഞ്ഞു നോവലിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഏതാണ്ട് 3 മണിക്കൂറോളം റാണ ഫാഖി ഹിന്ദ് റജബുമായി ബന്ധപ്പെടുന്നു. കുട്ടിത്തം കലർന്ന ശബ്ദത്തിൽ എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തൂ എന്ന അഭ്യർത്ഥന മാത്രമായിരുന്നു ഇരുട്ടിനെ പേടിയുണ്ടായിരുന്ന ആ കൊച്ചു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഹിന്ദിനെ രക്ഷിക്കാനുള്ള ഒരു ഗ്രീൻ ചാനലിനായി ശ്രമിക്കുകയായിരുന്നു ഫലസ്തീൻ റെഡ് ക്രസൻറ്റ് സംഘം. ഏതാണ്ട് 6 മണിയോടടുത്ത് മാത്രമാണ് ഇസ്രായേൽ ഉന്നതാധികാരികളിൽ നിന്ന് ഹിന്ദിനെ രക്ഷിക്കാനുള്ള വഴി തെളിയുന്നത്. അതിനെ തുടർന്നാണ് 2 പാരാമെഡിക്കൽ വളണ്ടിയർമാർ ഏതാണ്ട് 2 മൈലുകൾക്കപ്പുറത്തുള്ള കാറിനടുത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോകുന്നത്. കാറു കണ്ടെത്തിയെന്നും ആംബുലൻസിന് സൈറണില്ലെന്നും പക്ഷേ വെളിച്ചമുണ്ടെന്നും അവർ പറയുന്നതാണ് അവരിൽ നിന്ന് അവസാനം ലഭിക്കുന്ന ശബ്ദ സന്ദേശം. ഏതാണ്ട് കാറിന് തൊട്ടു മുമ്പിൽ വെച്ചാണ് ആംബുലൻസ് ആക്രമിക്കപ്പെടുന്നതും അതിലുണ്ടായിരുന്ന 2 പാരാമെഡിക്കൽ വളണ്ടിയർമാർ കൊല്ലപ്പെടുന്നതും. അതിനു പിന്നിലും തൊട്ടു മുമ്പിലുണ്ടായിരുന്ന ഇസ്രായേൽ യുദ്ധ ടാങ്കായിരുന്നു കാരണം. ഹിന്ദിനെ ആശ്വസിപ്പിക്കാനായി അവളുടെ ഉമ്മയെ ബന്ധപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഒടുക്കം ആ ഫോൺ ബന്ധവും വിച്ഛേദിക്കപ്പെടുന്നു. പിന്നീട് ഏതാണ്ട് 12 ദിവസത്തോളം ഹിന്ദിനെക്കുറിച്ചും പാരാമെഡിക്കൽ വളണ്ടിയർമാരെക്കുറിച്ചും പുറം ലോകത്തിനോ ഉറ്റവർക്കോ ഒരു വിവരവും ലഭിക്കുന്നില്ല. ഇസ്രായേൽ പട്ടാളക്കാരോ ടാങ്കോ ആ പരിസരത്തുണ്ടായിരുന്നില്ലെന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു. ഹിന്ദുമായുള്ള സംഭാഷണത്തിൻ്റെ ശകലങ്ങളും അവളുടെ ഫോട്ടോയും സോഷ്യൽ മാധ്യമങ്ങളിൽ ഫലസ്തീൻ റെഡ് ക്രസൻറ്റ് സംഘം പോസ്റ്റ് ചെയ്യുന്നു. ഹിന്ദിൻ്റെ തീരോധാനം വലിയ വാർത്തയാകുന്നു. ഒടുക്കം ഫെബ്രുവരിയിൽ 12 ദിവസങ്ങൾക്ക് ശേഷമാണ് ഹിന്ദ് സഞ്ചരിച്ച കാറും അതിലുണ്ടായിരുന്ന 7 ശവങ്ങളും തൊട്ടടുത്തായി പാരാമെഡിക്കൽ വളണ്ടിയർമാർ സഞ്ചരിച്ച ആംബുലൻസും കണ്ടെടുക്കപ്പെടുന്നത്. ആ ആംബുലൻസിൽ ഇസ്രായേൽ ടാങ്കേജ് വിട്ടയച്ചിരുന്നു. കാറിൽ കണ്ടെത്തിയ ശവങ്ങൾ അഴുകിയിരുന്നു. ഹിന്ദിൻ്റെയും കുടുംബത്തിൻ്റെയും പാരാമെഡിക്കൽ വളണ്ടിയർമാരുടെയും കൊലപാതകം ലോക മനസ്സാക്ഷിയെ പിടിച്ചുകുലുക്കി. 6 വയസ്സുകാരിയായ ആ പെൺകുട്ടിയുടെ അവസാന വാക്കുകൾ ലോകം കേട്ടു. ഇസ്രായേലിൻ്റെ മനുഷ്യത്വരഹിതമായ യുദ്ധത്തിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു. യൂറോപ്പിലും അമേരിക്കയിലും വലിയ പ്രകടനങ്ങൾ നടക്കുകയും ഒരിടത്ത് കോളേജ് വിദ്യാർത്ഥികൾ അക്കാദമിക് ബ്ലോക്ക് പിടിച്ചെടുത്ത് ആ ഹാളിനെ ഹിന്ദ് ഹാൾ എന്ന് പുനരാമീകരണം നടത്തുകയും ചെയ്തു. അങ്ങനെ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയുടെ ഏറ്റവും സജീവമായ പ്രതീകമായ 6 വയസ്സുകാരിയായി ഹിന്ദ് റജബ് മാറി. അവളുടെ മരിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് മണിക്കൂറുകളാണ് ഈ കുഞ്ഞു നോവൽ. ആ കൊച്ചു പെൺകുട്ടി അനുഭവിച്ച സമാനതകളില്ലാത്ത പേടിയെ, വേദനയെ, ഒറ്റപ്പെടലിനെ പകർത്തിയെഴുതാനുള്ള ഒരു ശ്രമമാണിത്.